ഇതിൻ്റെ മൊത്തമുള്ള കോർഡിനേറ്ററാണ് EASകാരന്. അതുപോലെ ADGP പോലീസിൻ്റെ മേധാവി അദ്ദേഹമാണ് ഇതിൻ്റെ ജില്ലാ പോലീസിൻ്റെ മേധാവിത്വം വഹിക്കുന്നത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഉദ്യോഗസ്ഥ പ്രമുഖർ, ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശബരിമല തീർത്ഥാടനം ഭംഗിയായി, ഫലപ്രദമായി, വിജയകരമായി തീർത്ഥാടകർക്ക് പൂർണ്ണ സംതൃപ്തി ഉളവാക്കുന്ന തരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ നാം വിജയം കൈവരിച്ചു എന്നതാണ് ഇന്നലത്തെ അനുഭവം. ഇന്ന് രാവിലെ ഞങ്ങൾ നടത്തിയ റിവ്യൂ മീറ്റിങ്ങിലും അത് പ്രകടമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ നിലപാടിലും ഈ നിലവാരത്തിലും നിന്നുകൊണ്ട് തീർത്ഥാടനം പൂർണ്ണമാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ കൈക്കൊണ്ടത്. ആ രൂപത്തിൽ ഭാവിയിൽ നിങ്ങളുടെ സഹകരണം നല്ല രൂപത്തിൽ ഇതുവരെ ഉണ്ടായി, തുടർന്നും ഉണ്ടാകണമെന്ന് എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഇതാണ് പൊതുവിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്നത്തെ അല്ലെ അനുഭവങ്ങൾ, ഇന്ന് തുടർന്ന് മുന്നോട്ടെടുക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ തിരക്ക് തീരെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വെർച്വൽക്ക് നമുക്ക് എണ്ണം കൂട്ടിയിട്ടുണ്ട്. കാരണം എത്രയോ ഭക്തർക്ക് ഈ വെർച്വൽക്ക് ഒരു അവസരം കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ്, ഇന്നലെ 2000 പേരാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. വെർച്വൽക്ക് ദൂരെ നിന്ന് ബുക്ക് ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല. അത് ഡിസംബർ മാസം വലിയ തിരക്കിലേക്ക് വിട നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതൊന്നും പരിഗണിക്കണം. കാരണം വെർച്വൽ ക്യൂവിൽ എല്ലാവരും ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞോ സന്നിധാനത്ത് മലയാളത്തിൽ ആരുമില്ല. ഇപ്പോൾ ഇന്നലെ 30,000 പേരാണ് ബുക്ക് ചെയ്തിരുന്നത്. 26,942 പേർ എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപാട് പേർ വരാതിരുന്നില്ല, 3000-ൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് 3000-ന് മുകളിൽ VIP-യും അല്ലാതെയും വന്ന സ്പോട്ട് ബുക്കിംഗ് വന്നു. അപ്പോൾ നമ്മൾ ലക്ഷ്യമിട്ട 30,000-ന് ഏതാണ്ട് ക്രമീകരിച്ചു. 30,657 പേരും. അപ്പോൾ വെർച്വൽ ക്യൂവിൽ നമ്മൾ പറഞ്ഞ ആ രൂപത്തിലേക്ക് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഇനി നാളുകളിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുള്ളവർ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ വരുന്ന ഒരാളും തിരിച്ചു പോകാതെ ആ സന്ദർഭം ഇവിടെ ഒരുക്കി കഴിഞ്ഞു. എണ്ണം കൂട്ടുന്നത് നമുക്ക് 1-2 ദിവസം കൂടെ വരവ് കണ്ടിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പം നമ്മൾ പെട്ടെന്ന് കയറി ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ട് വരുന്ന ആളുകൾ തിരിച്ചു പോകാൻ ഇടവരുതല്ലോ. നമുക്ക് പയ്യെ തിന്നാൽ പനയും തിന്നാം. എല്ലാ കാര്യങ്ങളും ശാന്തമായും ഭംഗിയായും ഫലപ്രദമായും പരിഹരിച്ചു പോകുന്ന രൂപത്തിലാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 30,000 ഇന്നലെ ആലോചിച്ചു, 30,657 പേര് വന്നു. കൃത്യമാണ് കണക്ക്. അപ്പോൾ വന്ന ആളുകളെ ആരെയും പുറകോട്ട് വിട്ടില്ല. ഇന്നത്തെ കണക്കും പരിശോധിക്കും, നാളത്തെ അങ്ങനെ ഓരോ ദിവസവും പരിശോധിച്ചിട്ട് പോരായ്മ വരുന്നത് പരിഹരിച്ചു പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കും. സംശയമില്ല. അതുപോലെ തന്നെ ഇന്നലെ ഇതുമായിട്ട് ചെറിയ വാഹനങ്ങൾ നിലയ്ക്കൽ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് നിലയ്ക്കൽ കേട്ടു. കോടതി ഉത്തരവുള്ളതാണ്. പക്ഷേ ഇവിടെ കിടക്കുന്നത് മൊത്തം KSRTC ബസ്സുകളാണ്. അങ്ങ് നിലയ്ക്കൽ ഹിൽ ടോപ്പിന്റെ മേളിൽ വരെ കിടക്കുന്നത്. ഇന്നലെ ഒത്തിരി ഭക്തരത് പരാതി പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവുള്ളതാണ്. എന്നിട്ടും പോലീസ് നിലയ്ക്കൽ നിന്ന് ഇവിടെ പമ്പ നിറഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു വന്നു. ഞങ്ങളൊക്കെ വരുമ്പോൾ പമ്പയിലെ ഒറ്റ സ്വകാര്യ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ പറഞ്ഞ ആ കണക്ക് തെറ്റാണ്. ഇന്നലെ പമ്പയിൽ വന്ന എല്ലാ ചെറുവാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. അവിടെ നിലയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് ആരെയും വിടാതിരുന്ന ഒരു വാർത്തയോ ഒരാളും ഞങ്ങളുടെ എനിക്ക് പരാതി പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരാതി കേൾക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അറിയിച്ചാൽ പോലീസ് കൃത്യമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ചുമതലയുള്ള ADGP SP-മാരും ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ആ കാര്യത്തിലൊരു കുറവ് വന്നതായിട്ട് ഇതുവരെ എവിടെയും ഒരു പരാതി വന്നില്ല. ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ മാത്രമാണ് അത് കേൾക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ പരിശോധിക്കാം. KSRTC ചെയിൻ സർവീസ് ഇവിടെ വരെ പമ്പയിൽ വരെ വരും. അത് തുടങ്ങും. അത് ഇന്റേണൽ സിസ്റ്റമാണ്. അത് തുടങ്ങും. അത് അതിൻ്റെ റൂട്ട് മാപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഉടനെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പുല്ലുമേട് വരുന്ന ഞാൻ പറഞ്ഞല്ലോ, കാനനപാറയിൽ കൂടി 132 കേന്ദ്രങ്ങളാണ് നമ്മളിപ്പോൾ വിശ്രമ കേന്ദ്രങ്ങൾ രൂപത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഭക്ഷണം, ദാഹജലം, വൈദ്യസഹായം ഇതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് കൃത്യമായി അവരെ ശ്രദ്ധിക്കാനും അവിടെ പ്രത്യേകിച്ച് കാനനപാതയിൽ കൂടി വരുമ്പോൾ വൈൽഡ് ആനിമൽസിൻ്റെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ
അവരെ നേരിടാനുള്ള ട്രെയിനിങ് ശ്രദ്ധിച്ച ഫോറസ്റ്റുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നേക്ക് കാച്ചേഴ്സിന് വേണ്ടി ഈ എലഫൻസിനെ നേരിടുന്ന സ്ക്വാഡുണ്ട്. ഇതെല്ലാം വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുമുണ്ട്. കാനന പാത, പെരിയാർ അത്ര വഴി, അതെ. ദീർഘദൂര ബസ്സുകൾ വരുന്നത് അത് ബില്ലാണെങ്കിൽ പോലും നിലയ്ക്ക് ബസ് സ്റ്റാൻഡിൽ കയറുന്നു. നേരത്തെ ഗതാഗതമന്ത്രി പറഞ്ഞിരുന്നു അങ്ങനെ കയറണ്ട, കാരണം അത്രയും സമയം കൂടെ തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നിലയ്ക്ക് സ്റ്റാൻഡിൽ പോയി വീണ്ടും കറങ്ങി വേണം പമ്പയിൽ വരാൻ. അതേസമയം അവിടെയും റോഡ് ബ്ലോക്ക് ആവുന്നതിന് അത് കാരണമാകും. അല്ലാതെ അത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പരിഹരിച്ചു കഴിഞ്ഞു. ന്യായമായ കാര്യമാണ്.